നമസ്കാരം. ഇന്ത്യയിലെ പാവപ്പെട്ടവർക്കും ദളിതർക്കും വേണ്ടി ഘോരഘോരം വാദിക്കുന്ന ഒരു നേതാവുണ്ട്. 85 വയസ്സുള്ള മല്ലികാർജുൻ ഖാർഗെ എന്ന കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ. വെറും പേരിൽ മാത്രമേ ഇദ്ദേഹം ദേശീയ അധ്യക്ഷനായിട്ടുള്ളൂ. കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നെഹ്റു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും. കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് പാർലമെന്റിൽ ഇദ്ദേഹം ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. ഇവിടുത്തെ അസംഘടിത വിഭാഗത്തിന് ആനുകൂല്യങ്ങളില്ല, ദളിതർക്ക് ഒന്നുമില്ല, എല്ലാവരും പാവപ്പെട്ടവരാണ്, ഞാനടക്കം പാവപ്പെട്ടവനാണ് എന്നുള്ള കാര്യമാണ് ഇയാൾ വിളിച്ചു പറഞ്ഞത്. ഇത്രയും വർഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന ഇയാളുടെ സ്വത്ത് വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവരുടെയും മുന്നിൽ ഉറക്കി പ്രഖ്യാപിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇതൊക്കെ സത്യമല്ലേ ഖാർഗേജി എന്ന്. ഖാർഗേജിക്ക് ഒന്നും മിണ്ടാനുണ്ടായിരുന്നില്ല. കാരണം കോടിക്കണക്കിന് രൂപയുടെ എണ്ണമറ്റ സ്വത്തുവകകളാണ് ഈ മല്ലികാർജുൻ ഖാർഗെ എന്ന പാവപ്പെട്ട ദളിതൻ സമാഹരിച്ചിരിക്കുന്നത്, സമ്പാദിച്ചിരിക്കുന്നത്. എന്തായിരുന്നു ഇയാളുടെ ജോലി? വെറും പൊതുപ്രവർത്തനം മാത്രം. രാജീവ് ഗാന്ധിയുടെ പെട്ടിപിടിച്ച് തുടങ്ങിയതാണ്. ഇപ്പോഴും പെട്ടിപിടിക്കലും തുണിയരക്കലുമായി നടക്കുന്നു. നമ്മളൊരു വീഡിയോ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. നരേന്ദ്രമോദി സൂചിപ്പിച്ച കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. മല്ലികാർജുൻ ഖാർഗെക്ക് ഇത്രയേറെ സ്വത്തുവകകൾ എങ്ങനെ വന്നു? താങ്കൾ ഒരു ദളിതനല്ലേ? നാടിനായി ജീവിതം ഉഴിഞ്ഞുവെച്ച മോദിയെ പഴിചാരിയ ഖാർഗെക്ക് കിട്ടിയ അടി ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാണ്. ലോക്സഭയിലാണ് ഈ സംഭവം ഉണ്ടായത്. നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി എത്രയാണെന്ന് നിങ്ങൾക്കറിയുമോ എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ ആദ്യ ചോദ്യം. ഖാർഗെ മടി കാരണം ഒന്നും മിണ്ടിയില്ല. മോദിജി തുടർന്നു, ഞാൻ പറയാം, ബാംഗ്ലൂരിലെ ബന്നാർഘട്ട പ്രദേശത്ത് നിങ്ങൾക്ക് 500 കോടി രൂപയുടെ വാണിജ്യ സമുച്ചയമുണ്ട്. വെറും സമുച്ചയമല്ല, 500 കോടി രൂപയുടെ സമുച്ചയം. ചിക്കമംഗളൂരിൽ 300 ഏക്കർ കോഫി എസ്റ്റേറ്റ്, അവിടെ 50 കോടി രൂപയുടെ ഒരു ബംഗ്ലാവ്, കങ്കേരിയിൽ 40 കോടിയുടെ ഒരു ഫാം ഹൗസ്, അതുപോലെ രാമയ്യ കോളേജിന് 25 കോടിയുടെ കെട്ടിടം, ഇയാളുടെ ഉടമസ്ഥതയിലുള്ള കോളേജാണ്. ബംഗളൂരിൽ മറ്റൊരു ബംഗ്ലാവ്, ബെല്ലാരി റോഡിൽ 17 ഏക്കർ കൃഷിഭൂമി, ബംഗളൂരുവിലെ ഇന്ദിരാനഗറിൽ ഒരു 3 നില കെട്ടിടം, ബംഗളൂർ സദാശിവ് നഗറിലെ 2 വലിയ ബംഗ്ലാവുകൾ. മേൽപ്പറഞ്ഞവ കൂടാതെ മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള വസ്തുവകകളുടെ പട്ടിക നിങ്ങൾക്ക് അറിയാമോ എന്നാണ് നരേന്ദ്രമോദി ചോദിച്ചത്. ഗുൽബർഗ, ചെന്നൈ, ഗോവ, പൂനെ, നാഗ്പൂർ, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത്. താങ്കൾ രാഷ്ട്രീയത്തിൽ വരുമ്പോഴുള്ള ആസ്തി പൂജ്യമായിരുന്നു, വേറൊരു തൊഴിലും ചെയ്തിട്ടുമില്ല. അപ്പോൾ മല്ലികാർജുൻ ഖാർഗെക്ക് ഉത്തരം മുട്ടിപ്പോയി. ദളിതനായ താങ്കൾക്കും സൗജന്യ ഭൂമി അനുവദിച്ചു തരണം എന്നാണോ പറയുന്നത് എന്ന ചോദ്യമായിരുന്നു നരേന്ദ്രമോദി ചോദിച്ചത്. തീർച്ചയായിട്ടും ഇത് കൃത്യമായ ചോദ്യം. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയ ഒരു പൊതുപ്രവർത്തകന്റെ അവസ്ഥ, അത് ദളിതനാണ്, പാവപ്പെട്ടവനാണ് എന്നാണ് പറയുന്നത്. ഞാനടക്കം പാവപ്പെട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോക്സഭയിൽ നരേന്ദ്രമോദിജിയെ ഇരുത്താൻ ശ്രമിച്ചു. പാവങ്ങൾക്ക് ഭൂമി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഭൂമി അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോഴാണ് ഈ ചോദ്യം നരേന്ദ്രമോദി ചോദിച്ചത്. അപ്പം കോൺഗ്രസ് ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? കോൺഗ്രസിന്റെ ഭരണകർത്താക്കളും നേതാക്കളും മന്ത്രിമാരുമായിരുന്നവർ സമ്പാദിച്ച ആസ്തികൾ എത്രയാണ്? ഇതൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. സത്യം പറഞ്ഞാൽ ED ഒന്ന് കയറി ഇറങ്ങിയാൽ ഇവന്റെയൊക്കെ ആപ്പീസ് കൂട്ടും. ഇതൊക്കെ അനധികൃതമായി സമ്പാദിച്ചത് തന്നെയാണ്. എന്നിട്ട് കിടന്ന് മോങ്ങലും പാവപ്പെട്ടവർക്കൊന്നും കൊടുക്കുന്നില്ല എന്ന്. നരേന്ദ്രമോദിക്ക് അറിയാം പാവപ്പെട്ടവന് എന്താണ് ആവശ്യം, എന്ത് കൊടുക്കണം എന്ന്. അത് അദ്ദേഹം ചെയ്തുകൊള്ളും. അദ്ദേഹത്തെ വെറുതെ ചൊറിഞ്ഞാൽ ഇങ്ങനെയുള്ള മറുപടി കേട്ട് വിളറി വെളുത്ത് ചുമ്മാ കുത്തിയിരിക്കേണ്ടി വരും. മറുപടിയില്ലാതെ ഉത്തരം മുട്ടി ഇങ്ങനെ മിഴുങ്ങസ്യ ഇരിക്കേണ്ടി വരും എന്ന് നാട്ടുഭാഷയിൽ പറയാം. മല്ലികാർജുൻ ഖാർഗെക്ക് ഇപ്പോൾ തൃപ്തിയായിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹം ഒന്നും മിണ്ടും എന്ന് തോന്നുന്നില്ല.